ഓം ശ്രീമാത്രേ നമഃ. രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷ കോദണ്ഡ പഞ്ചതന്മാത്ര സായക. ദേവിയുടെ ഒരു കൈയിൽ രാഗമാകുന്ന പാശവും ക്രോധമാകുന്ന അങ്കുശവുമാണ് ആയുധങ്ങൾ. ദേവിയുടെ മറ്റു രണ്ട് കൈകളുടെ കാര്യം ഇനി പറയുകയാണ്. മനോരൂപേക്ഷ കോദണ്ഡ, മനസ്സിന്റെ രൂപത്തോടു കൂടിയ ഇക്ഷുകോദണ്ഡമാണ് ദേവിയുടെ കയ്യിൽ. ഇക്ഷുകോദണ്ഡം എന്നാൽ കരിമ്പുവില്ല്. ആ ഇക്ഷുകോദണ്ഡം എന്താണ്? മനസ്സാണ്. മറ്റേ കൈയിലോ പഞ്ചതന്മാത്ര സായക, സായകം അമ്പുകൾ. അപ്പോൾ പഞ്ചതന്മാത്രകളാകുന്ന അമ്പുകളും മനസ്സാകുന്ന വില്ലും മറ്റു രണ്ട് ആയുധങ്ങളാണ്. മനസ്സിനെ കരിമ്പിനോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ മനസ്സിനുണ്ടായാലും ഈ മനസ്സ് നമുക്ക് മടുക്കില്ല. എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ചിന്തകൾ ഉണ്ടാക്കിയാലും മനസ്സിനോട് ഒരു കാലത്തും ഒരു മടുപ്പും നമുക്കുണ്ടാകില്ല. ഏതുപോലെ ആന ചവച്ച് ചവച്ച് അതിൻ്റെ രസം മുഴുവൻ എടുത്തു കഴിഞ്ഞാലും കരിമ്പിൻ ചണ്ടി തുപ്പിക്കളയാൻ മടിക്കുന്നത് പോലെ. അതുകൊണ്ട് കരിമ്പ് മനസ്സുമായി ഉപമിച്ചിരിക്കുന്നു. മനസ്സിന്റെ വേറൊരു പ്രതീകമാണ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആന. ആനയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ് തോട്ടി. അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളതും കൂടിയാണ് തോട്ടി. കരിമ്പ് വില്ലാണ് മനസ്സ്. മനസ്സിന് 4 ഭാഗങ്ങൾ: ബുദ്ധി, ചിത്തം, മനസ്സ്, അഹങ്കാരം. ഈ 4ഉം നമ്മുടെ അന്ധഃകരണമാണ്, അകത്തെ ഉപകരണങ്ങൾ. ഇനി ഏതൊക്കെയാണ് പഞ്ചതന്മാത്രകൾ? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. പഞ്ചതന്മാത്രകളിൽ നിന്ന് ബാഹ്യപ്രപഞ്ചം മുഴുവനും ഉണ്ടായി. ഈ പ്രപഞ്ചത്തിന്റെ ചാലക ശക്തി ഈ ദേവിയാണ്. ഈ 4 വരികളുടെ അർത്ഥവ്യാപ്തി നമുക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് മാത്രമേ ചെയ്യേണ്ടൂ. അതെന്താ? ദേവിയുടെ പാദപത്മങ്ങളിൽ ശരണാഗതി പോകുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യുവാനില്ല. കാരണം എൻ്റെ ഓരോ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നത് ദേവിയുടെ കയ്യിലിരിക്കുന്ന കരിമ്പ് വില്ലും അമ്പുകളുമാണ്. ദേവിയുടെ കയ്യിലിരിക്കുന്ന ആകർഷണ വികർഷണങ്ങളാണ്, ഞാനല്ല. അപ്പോൾ ഞാൻ സമർപ്പിതനായിത്തീരും. ഈ 4 നാമങ്ങളുടെ അർത്ഥവ്യാപ്തിയിൽ നിന്ന് നമുക്ക് ഒരു സമർപ്പണ മനോഭാവം വരും. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇനി ദേവിയുടെ നിറമാണ് പറയാൻ പോകുന്നത്. നിജമായിട്ടുള്ള, തന്നിൽ നിന്ന് വ്യതിരിക്തമല്ലാത്ത അരുണപ്രഭ കൊണ്ട്